السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആദരണീയ സയ്യിദ് അവരുകളെ, വേദിയിലുള്ള സയ്യിദന്മാരെ, പണ്ഡിത നേതാക്കളെ, ദർഗാ കമ്മിറ്റിയും അതിൻ്റെയും മറ്റും നേതാക്കളെ, നമ്മുടെ വിഷയം ആധ്യാത്മികത ಮತ್ತು സജ്ജനರು എന്നതാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ സഖാഫി തോക്ക് അവരുകൾ അഹ്ലുസുന്നയുടെ ആദർശപ്പടയോട്ട ഭൂമിയിലെ അഗ്നിസ്ഫുരികം മുഹിയുദ്ദീൻ കാമിൽ സഖാഫി തോക്കെ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട തോക്കെ ഉസ്താദ് അവരുകൾ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കും. ആമുഖമെന്ന രൂപത്തിൽ ഒരൽപ്പം സംസാരിക്കുന്നു. ആത്മീയതയും സ്വാലിഹീങ്ങളും വളരെ പ്രാധാന്യത അർഹിക്കുന്ന, ഒരുപാട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആധുനിക ലോകത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരുപാട് വിഷയങ്ങളിലുള്ള പിന്നോക്കത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ആത്മീയത എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം
ഒരു മനുഷ്യ രൂപത്തിൽ വന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് മറുപടി വാങ്ങി പരിസരത്തുള്ള സ്വഹാബത്തിന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഭവമുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 4 ഒന്ന് മൽ ഇസ്ലാമു, രണ്ടാമത്തത് മൽ ഈമാനു, മൂന്നാമത്തത് മൽ ഇഹ്സാനു, നാലാമത്തത് മതസ്സാഅതു എന്ന് പറയുന്നതാണ്. ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്, സാഅത്ത് അന്ത്യദിനം എപ്പോഴാണ് വരുന്നത് എന്നുള്ള 4 ചോദ്യങ്ങളാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൽ ഇഹ്സാനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി അൻ തഅബുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്ന് പറയുന്ന അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണത്. റബ്ബിനെ കാണുന്നുണ്ട്, റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് മുസ്ലിം സമൂഹത്തിന് ഈ ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ എല്ലാ വിഷയങ്ങളെയും റബ്ബ് തആല കാണുന്നുണ്ട് എന്ന് പറയുന്ന ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. പുറം കാഴ്ചയിൽ ഇസ്ലാമിന്റെ അടയാളങ്ങള്, വലിയ വലിയ പള്ളികള്, വലിയ മദ്രസകള്, വലിയ ഇസ്ലാമിന്റെ സങ്കേതങ്ങളെല്ലാം വളരെ ഭംഗിയോടുകൂടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ലോക മുസ്ലിംകളുടെ ഇടയിൽ റബ്ബ് തആല നമ്മെ കാണുന്നുണ്ട് എന്ന് പറയുന്ന ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ ആളുണ്ടെങ്കിലും മറ്റ് ദീനീ കാര്യങ്ങളിലെല്ലാം പലവരുടെയും സാന്നിധ്യം കാണുന്നുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്തിലൂടെ സമൂഹം ആത്മീയമായി ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മോശമായ ഫലങ്ങൾ ലോക മുസ്ലിമുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ആണ്. പരിശുദ്ധമായ ഖുർആൻ 6236 ആയത്തുകളിലൂടെ ഒരുപാട് വിഷയങ്ങളെ മുസ്ലിം ലോകത്തിന് മാത്രമല്ല എല്ലാവർക്കും അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് അത്ഭുത കഥകളുണ്ട്. മനുഷ്യന്റെ ആരംഭം മുതൽ, ലോകത്തിന്റെ ആരംഭം മുതലുള്ള ചരിത്രത്തിന്റെ പരാമർശങ്ങളുണ്ട്. ലോകത്തിലെ പല നാടുകളുടെയും കഥകൾ അതിലുണ്ട്. കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ താരീഖുകൾ സ്പർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിൽ നടന്ന സംഭവ വികാസങ്ങള്, നാശനഷ്ടങ്ങള്, അള്ളാഹുവിന്റെ അദാബുകള്, ഇതെല്ലാം അതിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഇടിയും മിന്നും മഴയും സസ്യങ്ങളും മൃഗങ്ങളും ജീവജാലങ്ങളിൽ പലതും, ഇങ്ങനെ എല്ലാം പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ അൽ ബഖറയുടെ അധ്യായം, അവിടെ നിന്ന് തുടങ്ങി 114 അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായം സൂറത്തുൻ നാസ് ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടെ നമ്മെ അറിയിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്.
മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യന്റെ റബ്ബ്, റബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മനുഷ്യ ലോകത്തിന്റെ ആരാധ്യൻ, മനുഷ്യ ലോകത്തിന്റെ അധിപതി, മനുഷ്യരുടെ ലോകത്തിലെ സർവ്വ സൃഷ്ടികളിൽ വെച്ച് ശ്രേഷ്ഠനായ മനുഷ്യനെ പരിപാലിക്കുന്നവൻ, മനുഷ്യന്റെ മലിക്ക്, മനുഷ്യന്റെ എല്ലാം അവനക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നവൻ, അവനെ വളർത്തുന്നവൻ, അവനെ പരിപാലിക്കുന്ന ആ റബ്ബിനോട് കാവലിനെ തേടുക. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നത്തി വന്നാസ്. വളരെ ലളിതമായതും വളരെ ആഴമായി ചിന്തിക്കേണ്ടതും ആയ ഒരു വിഷയമാണത്. ഖുർആനിന്റെ ഏറ്റവും അന്തിമമായ, അതിന്റെ കോർവയിൽ അവസാനത്തെ ഒരു ഉത്ബോധനമാണത്. അള്ളാഹുവിനോട് കാവലിനെ തേടുക. വസ്വാസിനെ തൊട്ട്, മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന വസ്വാസുകള്, ആ വസ്വാസുകള് ശൈത്താന് പല രൂപത്തിലും വിട്ടുതരും. അത് വിശ്വാസപരമായ വിഷയത്തിലായിരിക്കാം, ലോകത്തിന്റെ സൗന്ദര്യമായിരിക്കാം, ലോകത്തിലെ സുഖങ്ങളായിരിക്കാം, ഐഹികമായ സുഖങ്ങളായിരിക്കാം. പല രൂപത്തിലും മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നെത്തിപ്പെടുന്ന വസ്വാസുകള്, ആ വസ്വാസുകളിൽ മനുഷ്യൻ കുടുങ്ങിപ്പോവുകയാണ്. ഐഹികമായ ചിന്തകള്, വിശ്വാസത്തിലുള്ള ഉണ്ടാകുന്ന ഇടർച്ചകള്, ഇങ്ങനെ പലതും ഇങ്ങനെ ഇന്ന് മനുഷ്യനിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പതനത്തിന്റെ കാരണം ഈ ഹൃദയത്തിൽ വരുന്ന ഈ വസ്വാസുകളാണ്. ഹൃദയത്തെ വസ്വാസുകളിൽ നിന്ന് ശുദ്ധീകരിക്കുക. ആത്മീയത എന്ന് പറഞ്ഞാൽ അതാണ്. ഹൃദയത്തെ എല്ലാവിധ വസ്വാസുകളിൽ നിന്നും സംരക്ഷിക്കുന്ന, അതിനെ കാവൽ നൽകുന്ന, അതിനെ എല്ലാവിധ വേണ്ടാത്തരങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന വഴികളെ തേടുക. അതാണ് മനുഷ്യന്റെ ഉന്നമനത്തിന് മനുഷ്യനിക്ക് ആവശ്യമായത്. മനുഷ്യനിൽ ദേഹമുണ്ട്. മനുഷ്യൻ എന്ന് അവന്റെ ദേഹത്തിന്റെ പിന്നിലാണ്, അവന്റെ ശരീരത്തിന് നന്നാക്കുന്ന, ശരീരത്തിന് സുഖം നൽകുന്ന അതിന്റെ ചിന്തകളിലാണ്. കാണാൻ അവന്റെ കണ്ണിന് നല്ലത് കണ്ടുകൊണ്ട് രസിക്കണം, കാതിന് നല്ലത് കേട്ടുകൊണ്ട് രസിക്കണം, നാവിൽ എന്തൊക്കെ സംസാരിച്ച് അവൻ രസിക്കണം. ഇങ്ങനെ ശരീരം കൊണ്ട് ശരീര സുഖം അനുഭവിക്കുന്ന ചിന്തയിലാണ് മനുഷ്യൻ. അതിന്റെ പിന്നിലാണ് ഇന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേ സന്ദർഭത്തിൽ ആ ശരീരത്തിന്റെ ഉള്ളിൽ, ആ ശരീരത്തിന് ജീവൻ നൽകുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ പറ്റി മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നില്ല. മനുഷ്യനെ ജീവൻ നൽകുന്ന ആത്മാവിനെ പറ്റി, അതിന്റെ ആരോഗ്യത്തിനെ പറ്റി, അതിനെ നന്നാക്കുന്നതിനെ പറ്റി മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ നമ്മുടെ ശരീരം, ഈ ബോഡി, ഇത് മനുഷ്യനുമായിട്ട്, ഹൽക്കുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ആ ബോഡിയുടെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത്, മനുഷ്യന്റെ സോൾ, അവന്റെ ആത്മാവ്, അത് ഖാലിഖായ റബ്ബുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഖാലിഖായ റബ്ബുമായിട്ട് എത്രത്തോളം അവനെ ആത്മാവിനെ ബന്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം ആ ആത്മാവ് നല്ല രൂപത്തിൽ വളരുകയും അത് അള്ളാഹുവിന്റെ ഖാലിഖായ റബ്ബിന്റെ ബന്ധം കൊണ്ട് അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അതേ സന്ദർഭത്തിൽ ആത്മാവുമായിട്ട്, ആത്മാവിന് ഖാലിഖായ റബ്ബിന്റെ ബന്ധം വേണ്ടതുപോലെ നൽകാതെ ശരീരത്തിന്റെ സുഖത്തിനെ മാത്രം ചിന്തിക്കുന്ന, ശരീരത്തിന് മാത്രം സുഖം നൽകുന്ന മനുഷ്യൻ, അവൻ പരാജയത്തിലേക്ക് പോകും. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. പരിശുദ്ധമായ ഖുർആനിൽ 11 സത്യം പറഞ്ഞ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു അധ്യായമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. 63 സ്ഥലങ്ങളിൽ പരിശുദ്ധമായ ഖുർആന് ഖസം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അവസാന അധ്യായങ്ങളിൽ അത് വളരെ കൂടുതലാണ്. വൽ അസ്രി, കാലത്തിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്രി, പ്രഭാത വേളയെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സത്യങ്ങൾ. ആ സത്യങ്ങളിൽ ഒരു അധ്യായത്തിൽ 11 ഖസമുകളുണ്ട്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വൽ ലൈലി ഇദാ യഗ്ഷാഹ എന്ന് തുടങ്ങി 11 സത്യങ്ങൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. നഫ്സിനെ,
ആത്മാവിനെ ആര് ശുദ്ധീകരിക്കുന്നുണ്ടോ അവൻ വിജയിച്ചു. അതിനെ ആര് ഖാലിക്കായ റബ്ബിനോട് ബന്ധപ്പെടുത്താതെ അതിനെ മൂടിവെച്ചോ അതിനെ ഇരുട്ടത്തിലാക്കിയോ അവൻ പരാജയപ്പെട്ടു. അപ്പോൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും അതിന്റെ മാനദണ്ഡങ്ങൾ ഇരിക്കുന്നത് ഇവിടെയാണ്. അവന്റെ ആത്മാവിനെ അവൻ ശുദ്ധീകരിക്കണം. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഖാലിക്കായ റബ്ബുമായിട്ടുള്ള തഅല്ലുഖാത്തുകൾ, അവിടുത്തെ ബന്ധങ്ങൾ അധികരിപ്പിക്കണം. ശരീരത്തിന് സുഖം കൊടുക്കുമ്പോൾ, കൂടുതൽ സുഖം കൊടുക്കുമ്പോൾ ശരീരത്തിന്റെ സുഖം അത് കൂടുതലാവുകയും ആത്മാവ് അവിടെ ക്ഷയിക്കുകയും ചെയ്യും. ആത്മാവിന്റെ രോഗങ്ങൾ ബാധിക്കും. എന്തുകൊണ്ട്? അവന്റെ ഇൻപുട്സിലൂടെ, അവന്റെ ശരീരത്തിലൂടെ, കണ്ണിലൂടെ വേണ്ടാത്തത് അവന്റെ ഉള്ളിലേക്ക് പോയാൽ, കാതിലൂടെ ആവശ്യമില്ലാത്തത് അവന്റെ ഉള്ളിലേക്ക് കടന്നാൽ അതെല്ലാം സ്വീകരിക്കുന്നത് ആത്മാവാണ്. ഇത്രയും മോശമായതിനെ സ്വീകരിക്കുന്ന ആത്മാവ്, ശരീരത്തിന് നൽകുന്ന ഭക്ഷണം, നിഷിദ്ധമായ ഭക്ഷണം, നിഷിദ്ധമായ നോട്ടങ്ങൾ, നിഷിദ്ധമായ കേൾവികൾ, നിഷിദ്ധമായ സംസാരങ്ങൾ, ഇതെല്ലാം അധികരിക്കുമ്പോൾ അവന്റെ ആത്മാവ് മോശമായി കൊണ്ടിരിക്കും. ഈ ആത്മാവിന് മോശമായ ആഹാരങ്ങൾ ലഭിക്കും. ഏത് രൂപത്തിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് മോശമായ ആഹാരങ്ങൾ ലഭിച്ചാൽ, ശുദ്ധമില്ലാത്ത വായു ശ്വസിച്ചാൽ, ശുദ്ധമില്ലാത്ത വെള്ളം കുടിച്ചാൽ, രോഗം ഉള്ള ബാക്ടീരിയകൾ അടങ്ങിയ, മോശമായ ബാക്ടീരിയകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ഏതുപോലെ ശരീരത്തിന് രോഗം പിടിക്കുവോ അതുപോലെ തന്നെ ഹറാമുകൾ കാണുകയും കേൾക്കുകയും ഭക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവ് അതുകൊണ്ട് രോഗത്തിലാകും. ആ രോഗത്തിൽ നിന്ന് ആത്മാവിനെ വിമുക്തനാക്കി അതിന് ആരോഗ്യം നൽകുന്ന പരിപാടികളാണ് ആത്മീയത എന്ന് പറയുന്നത്. അതിന്റെ നല്ല ആത്മാവുകള് ദിക്റുകൾ കൂടുതൽ ചെല്ലലാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സ്വാലിഹീങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുന്നത്. രാത്രി സമയത്തിൽ എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറയുന്നത്, നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത്, ഇതെല്ലാം ആത്മാവിന്റെ ചികിത്സക്ക് വേണ്ടി, ആത്മാവിനെ രോഗമുക്തമാക്കി അതിനെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് ഇത്രയും മാർഗങ്ങൾ. സ്വാലിഹീങ്ങളുമായിട്ട് ബന്ധപ്പെടുക, നല്ല ആത്മാക്കള്, ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, അവരുടെ ആത്മാവുമായിട്ട് നമ്മുടെ ആത്മാവിനെ അടുപ്പിക്കുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിന്, നല്ല ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം മൂലം നമ്മുടെ ആത്മാവിന് വെളിച്ചം ലഭിക്കും. ആ വെളിച്ചം കൊണ്ട്, ആ ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ രോഗങ്ങൾ മാറുകയും ചെയ്യും. ഏതുപോലെ നമ്മുടെ മൊബൈൽ ഫോണില് അത് ബാറ്ററി വീക്കായാൽ അത് വർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ വർക്ക് പിന്നെ കുറഞ്ഞു അത് പിന്നെ വീക്കാവും. അതിന് പിന്നെ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു പിന്നെടുത്തിട്ട് ഒരു കറണ്ടിന്റെ ഒരു പ്ലഗിലേക്കൊന്ന് കുത്തിവെക്കണം. അതൊരു കണക്ഷൻ, അതിന്റെ കറണ്ടിന്റെ കണക്ഷൻ സ്ഥാപിക്കണം. അതുപോലെ തന്നെയാണ് മോശമായ ആത്മാവ്, അത് നന്നാകണമെങ്കിൽ, അതിന്റെ രോഗങ്ങളിൽ നിന്നെല്ലാം മുക്തമായി അത് പ്രകാശിക്കുന്ന നല്ല ആത്മാവായി മാറണമെങ്കിൽ അതിനൊരു കണക്ഷൻ കിട്ടണം. സ്വാലിഹീങ്ങളുടെ കണക്ഷൻ, നല്ല ആത്മാവിന്റെ കണക്ഷൻ അതിന് ലഭിക്കണം. അങ്ങനെ ആ കണക്ഷനിലൂടെയാണ്, സ്വാലിഹീങ്ങളിലൂടെ ബന്ധത്തിലൂടെയാണ് ആത്മാവ് പ്രകാശിക്കുന്നത്, ആത്മാവിലേക്ക് ആവശ്യമായതെല്ലാം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും വിഷയങ്ങള്, സുഹ്ബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങള്, നമ്മുടെ സ്വാലിഹീങ്ങൾ മറഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പോയി അവരുടെ സിയാറത്ത് ചെയ്യല്, അവരുടെ ആത്മാവുമായിട്ടുള്ള ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ്. അത്രയും ബന്ധങ്ങളെ പുലർത്തൽ കൊണ്ട് ആണ് ആത്മാവ് അതിൻ്റെ രോഗങ്ങളിലെല്ലാം മുക്തമായി കൊണ്ട് ആത്മാവ് പ്രകാശിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇത്രയും സ്വാലിഹീങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല സദസ്സുകള്, നല്ല മജ്ലിസുകള്, അത് ആത്മാവിന് അതിൻ്റെ രോഗം മുക്തമാക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഒരു നല്ല ശരീരത്തിന് സുഖം ലഭിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നാം അവിടെ ബീച്ചിന്റെ അരികിൽ പോകും. നല്ല കാറ്റടിക്കുമ്പോൾ ശരീരത്തിന് നല്ല സുഖമാണ്. നല്ല കാഴ്ച കാണുമ്പോൾ നല്ല ഒരു മനസ്സിനൊരു രാഹത്താണ്, ശരീരത്തിനൊരു സുഖമാണ്.
അല്ലെ, ഒരു നല്ല ചൂടുള്ള സമയത്തിൽ ഒരു എയർ കണ്ടീഷൻ റൂമിന്റെ ഉള്ളിൽ പോയി ഇരുന്നാൽ ശരീരത്തിന് നല്ല സുഖമാണ്. ഇങ്ങനെ ശരീരത്തിന് നല്ല സുഖം നൽകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നാം ശരീരത്തിന്റെ സുഖത്തിന് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അതേ സന്ദർഭത്തിൽ ആത്മാവിന് സുഖം നൽകുന്ന ചില സ്ഥലങ്ങളുണ്ട്. ആത്മാവിന് സുഖം ലഭിക്കുന്ന സ്ഥലങ്ങൾ, അതിൽ ഒന്ന് പള്ളിയാണ്. പള്ളിയിൽ ഇരുന്നാൽ അവിടെ ശരീരത്തിന്റെ സുഖമല്ല അവിടെ പരിഗണിക്കുന്നത്, അവിടെ ആത്മാവിന്റെ സുഖമാണ്. പള്ളിയിൽ സൈലന്റായി അവിടെ എന്തെങ്കിലും നല്ലത് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തികാഫിന്റെ നിയ്യത്തിലൂടെ ഇരുന്നാൽ അവിടെ ലഭിക്കുന്ന സുഖം ആത്മാവിനാണ്, അത് ശരീരത്തിനല്ല. മക്ബറകളുടെ ചുറ്റുവശത്ത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ടത് നമ്മുടെ ആത്മാവിന് സുഖം ലഭ്യമാകണം. ആത്മാവിന് സുഖം ലഭ്യമാകുന്ന ലക്ഷ്യത്തിലൂടെ ആയിരിക്കണം നാം അവിടേക്ക് പോകേണ്ടത്. ശരീര സുഖം നമ്മുടെ മുഖ്യ ലക്ഷ്യമാകരുത്. ആത്മാവിന് സുഖം ലഭിക്കുക, സ്വാലിഹീങ്ങളുടെ അടുക്കൽ പോയിരിക്കുക, പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് നിൽക്കുക, പരിശുദ്ധമായ റൗള ഷരീഫിൽ നിൽക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ നിൽക്കുക, ഇതെല്ലാം ആത്മാവിന് സുഖം നൽകുന്ന വിഷയങ്ങളാണ്. ഇതുകൊണ്ടൊന്നും നാം ശരീര സുഖം ലക്ഷ്യമാക്കരുത്. അപ്പൊ ശരീരത്തിന്റെ സുഖം ഒരു ഭാഗത്തിരിക്കുമ്പോൾ ആത്മാവിന് സുഖം ലഭിക്കുന്ന ചില സ്ഥലങ്ങളെല്ലാം തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് പ്രാധാന്യത നൽകുമ്പോൾ ആത്മാവിന്റെ രോഗം നമുക്ക് ശിഫയായി കിട്ടും. ആത്മാവിന്റെ രോഗം ശിഫയാകുമ്പോഴാണ് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അത് ബോഡിയുടെ നിസ്കാരമായിരിക്കും, അത് ആത്മാവിന്റെ നിസ്കാരമായിരിക്കൂല. നാം നോമ്പ് നോറ്റു, നമ്മുടെ നോമ്പ്, പലവരുടെയും നോമ്പുകൾ അത് ശരീരത്തിന്റെ നോമ്പ് മാത്രമാണ്, അത് ആത്മാവിന്റെ നോമ്പാകുന്നില്ല. കാരണം ശരീരത്തിന് ഒരു നോമ്പ് നോൽക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടേതെങ്കിൽ അത് ശരീരത്തിന് മാത്രമാവുകയുള്ളൂ. അപ്പൊ ആത്മാവിനായിരിക്കണം ആ നോമ്പിന്റെ സുഖം ലഭിക്കേണ്ടത്. നാം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ സുഖം ലഭിക്കേണ്ടത് ആത്മാവിന് വേണ്ടിയായിരിക്കണം. അപ്പൊ ആത്മാവിന് വേണ്ടിയാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക. അങ്ങനെ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആത്മാവ് എല്ലാത്തിൽ നിന്നും മുക്തമായി, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഖൽബുൻ സലീം, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ അടുക്കൽ സലീമായ ഖൽബുമായിട്ട് ചെല്ലുന്നവനക്കല്ലാതെ ഐഹികമായ ഒന്നും കൊണ്ടും ഒരു നേട്ടവും അവനക്ക് പാരത്രികമായി നേടാൻ സാധിക്കില്ല. അവന്റെ മക്കളോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തോ ഒന്നും ഉപകരിക്കില്ല. അള്ളാഹുമായിട്ട് സലീമായ ഖൽബ് കൊണ്ടുള്ള തഅല്ലുഖുകൾ ഉണ്ടാവുക, ആ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ആ ബന്ധങ്ങളിലേക്ക്, അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സമൂഹം മാറുന്നത്, സമൂഹത്തിന് ബറക്കത്തുണ്ടാകുന്നത്, സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ വിശിഷ്ടമായ കാഴ്ച ഉണ്ടാകുന്നത് അപ്പോഴാണ്. സമൂഹത്തിന്, സമുദായത്തെ പ്രശ്നങ്ങൾ തീരുന്നത് അപ്പോഴാണ്. എപ്പോഴാണോ ഹുബ്ബുദ്ദുനിയ, ദുനിയാവിന്റെ ഹുബ്ബ്, ഐഹികമായ മോഹത്തിന്റെ പിന്നിൽ നടന്നുകൊണ്ട് എല്ലാ ഐഹികമായ വിഷയങ്ങളിൽ മുസ്ലിം സമുദായം ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ അവനക്ക് പ്രശ്നങ്ങൾ ധാരാളം ഒന്നിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഐഹികമായ മോഹമാണെങ്കിലോ അത് ഒരിക്കലും തീരുന്നതല്ല. ഒരു വീടുണ്ടാക്കിയാൽ ആ വീട് ഒരുത്തനിക്ക് ഇത് മതി എന്ന് തോന്നാറില്ല, പിന്നെയും അതിനേക്കാൾ ഭംഗിയാക്കാൻ, പിന്നെ കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയാക്കാൻ. ഐഹികമായ മോഹത്തിന് അന്ത്യമില്ല, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു, അവിടെ എവിടെയും എത്തുകയില്ല. ഐഹികമായ മോഹത്തിന്റെ പിന്നിലൂടെ പോകുമ്പോൾ നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഖാലിഖായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഖാലിഖായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാലിഹീങ്ങളുടെ ബന്ധങ്ങൾ ഈ സമൂഹത്തിന് അധികമായി ലഭിക്കണം. ദിക്റിന്റെ മജ്ലിസുകൾ ധാരാളമായി ലഭിക്കണം. ദിക്റിന്റെ മജ്ലിസിലേക്ക് പോകാൻ സാധാരണയിൽ മനുഷ്യന്റെ കസിൽ അതിന് സമ്മതിക്കുന്നില്ല, മനുഷ്യന് ഉദാസീനത അതിൽ ഉണ്ടാകും. അതേ സന്ദർഭത്തിൽ നിർബന്ധപൂർവം മജ്ലിസിലേക്ക് നാം കൊണ്ടുപോയി ഇരുത്തുകയും ആ മജ്ലിസിൽ വെച്ച് നമ്മുടെ ഖൽബിനെ നാം ശുദ്ധിയാക്കി എടുക്കുകയും വേണം. സിയാറത്തിന് പോകാൻ, അല്ലെങ്കിൽ സ്വാലിഹീങ്ങളെ അടുക്കൽ പോകാൻ
മനുഷ്യന് മനസ്സിൽ എന്തേ അവന്റെ ആത്മാവ് വളരെ വളരെ വീക്കായിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധപൂർവം ഇത്രയും വിഷയങ്ങൾക്ക് നാം ഇറങ്ങണം, നമ്മുടെ മക്കളെ നാം ഇറക്കണം. ആത്മീയത ലഭ്യമാകുന്ന ഒരു ചുറ്റുപാടിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. ഇന്ന് ലോകത്തിൽ എഡ്യൂക്കേഷൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ്. എല്ലാ രൂപത്തിലും നമ്മുടെ ചെറുപ്പകാലത്തിൽ ഉണ്ടായതുപോലെയല്ല. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ എഡ്യൂക്കേഷൻ കുറവാണ്, അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭയം കൂടുതൽ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ ഇൽമിന്റെ രണ്ട് ധാർമ്മികമായ അറിവിന്റെയും അത് ലൗകികമായ അറിവിന്റെയും എല്ലാ വശങ്ങളും എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിരിക്കുകയാണ്. വേണ്ടത്ര പഠിക്കാൻ സാധിക്കും. നമ്മുടെ സമുദായം ഇന്ന് എഡ്യൂക്കേഷന്റെ പിന്നിൽ ഓടിപ്പോവുകയാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നാം നൽകുമ്പോൾ ആത്മീയത ലഭ്യമാകുന്ന ചുറ്റുപാടിലൂടെ കുട്ടികളെ കൊണ്ടുപോകണം. നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്യാമ്പസുകളെല്ലാം ഇന്ന് മോശമായി കൊണ്ടിരിക്കുകയാണ്. ഓരോ ടൗണിന്റെ കഥകൾ പറഞ്ഞാൽ നാം ലജ്ജിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കഥകളെല്ലാം നമ്മെ ലജ്ജിപ്പിക്കുന്ന കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? നാം ഐഹികമായ എഡ്യൂക്കേഷന്റെ ബാക്കിൽ പോയി. നമ്മുടെ കുട്ടികൾക്ക് ഒരു ആത്മീയമായ ചുറ്റുപാട് ഉണ്ടാകണം എന്ന് പറയുന്ന ചിന്താഗതി നമുക്കില്ലാത്തത് കൊണ്ടിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ആത്മീയത അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവർ ഡ്രഗ്സിന്റെ അടയാളുകളായി പോകാൻ പാടില്ല. അവർ ഏതെങ്കിലും ഐഹികമായ മോഹത്തിന്റെ ബാക്കിൽ വീണു പോകാൻ പാടില്ല. അതിലെല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് നല്ല ആത്മീയമായ ചുറ്റുപാടിലൂടെ നമ്മുടെ കുട്ടികൾക്ക് അറിവ് നൽകാൻ, ഐഹികമായതാകട്ടെ ആ അറിവും കൂടി നൽകാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈ സമുദായം രക്ഷപ്പെടുകയുള്ളൂ, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് ബാക്കിയാവുകയുള്ളൂ. അല്ലെങ്കിൽ കേൾക്കാൻ ഒരുപാട് പേരുകൾ, കാണാൻ ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് മിനാരങ്ങൾ, ഒരുപാട് ഇസ്ലാമിന്റെ സങ്കേതങ്ങൾ മാത്രമാണ്. അവിടെ എവിടെയും ആത്മീയതയുടെ ജീവനൊന്നും ഇല്ല. അവിടെ കാണാൻ നല്ല മൊഞ്ചാണ്, കാണാൻ നല്ല നല്ല സൗന്ദര്യങ്ങളാണ്. അങ്ങനെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് നോക്കിയാൽ നല്ല അലങ്കാരമാണ്. ഈ അലങ്കാരങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ആത്മീയത ശൂന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമുദായത്തിന് ആത്മീയത നൽകുന്ന വിഷയത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നാം ചെയ്യുക. സ്വാലിഹീങ്ങൾ ഉണ്ടാകട്ടെ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകട്ടെ, സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്കുണ്ടാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൽബിന്റെ ശുദ്ധിയും ആത്മീയതയുടെ സമാധാനം ആത്മീയ സദസ്സുകളിലാണെന്നുള്ള ഉപദേശം നൽകിയ ഉസ്താദ് അവർകൾക്കൊരായിരം